മാർപ്പാപ്പയുടെ വേനൽക്കാല വസതി സ്ഥിതി ചെയ്യുന്ന കസ്തേൽ ഗണ്ടോൾഫോയിൽ ലൗദാത്തോ സി ഗ്രാമം സജ്ജമായി. ഇതിന്റെ ആശീർവാദവും ഉദ്ഘാടനവും നാളെ ലയോ 14 മാർപ്പാപ്പ നിർവഹിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെയും അതിന്റെ വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തി പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായാണ് ലൗദാത്തോ സി എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചതിന്റെ 10ാം വാർഷികത്തിൽ അതേ പേരിൽ പ്രത്യേക കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത്. ചാക്രിക ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സൃഷ്ടിയോടുള്ള കരുതലും മനുഷ്യന്റെ അന്തസ്സിനോടുള്ള ബഹുമാനവും ഇന്നത്തെ സമൂഹത്തിന് കാട്ടിക്കൊടുക്കുക, പ്രകൃതി സംരക്ഷണത്തിനുള്ള പരിശീലനം നൽകുക, പരസ്പര സഹകരണം ഉറപ്പുവരുത്തുക, പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് വത്തിക്കാൻ ലൗദാത്തോ സി ഗ്രാമം ഒരുക്കിയിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയാണ് റോമിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള കസ്തേൽ ഗണ്ടോൾഫോ. സമൂഹത്തിലെ ഏറ്റവും ദുർബലമായവയെ വിശ്വാസത്തിൽ വേരുകൾ കണ്ടെത്തി പങ്കുവയ്ക്കുന്ന പ്രതിബദ്ധതയിലൂടെ സംരക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു സ്ഥലം സൃഷ്ടിക്കുക എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്തകളിൽ നിന്നാണ് ഇത്തരമൊരു കേന്ദ്രം രൂപം കൊണ്ടത്. 135 ഏക്കർ വിസ്തൃതിയുള്ള ഈ ഗ്രാമത്തിൽ ചരിത്രപരമായ പൂന്തോട്ടങ്ങൾ, കൊട്ടാരങ്ങൾ, സ്മാരകങ്ങൾ, പുരാവസ്തു അവശിഷ്ടങ്ങൾ, കാർഷിക പ്രദേശങ്ങൾ, ജൈവവും പുനരുപയോഗ സജ്ജവുമായ പരിശീലനത്തിനും കൃഷിക്കുമായി സമർപ്പിച്ചിരിക്കുന്ന പുതിയ സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ആത്മീയതയ്ക്കും പഠനത്തിനും ഒന്നുപോലെ പ്രയോജനപ്പെടുന്ന ഇടം കൂടിയാണിത്. നാളെ ഉച്ചകഴിഞ്ഞ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആശീർവാദ ശുശ്രൂഷയും യാമപ്രാർത്ഥനയും ഉണ്ടാവും. ആത്മീയ സംഗീത വിരുന്നും ഉണ്ടായിരിക്കും. പ്രാർത്ഥനകൾക്ക് മുൻപായി മാർപ്പാപ്പ ഗ്രാമത്തിലെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിച്ച് ജീവനക്കാർ, സഹകാരികൾ, അവരുടെ കുടുംബങ്ങൾ, ഈ പദ്ധതിയുടെ പിറവിക്ക് സംഭാവന നൽകിയ ആളുകൾ എന്നിവരെ അഭിവാദ്യം ചെയ്യും. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്.